നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മേനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, 2021 ശേഷമാണ് യുകെയിലേക്ക് ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ നടന്നിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ പേര് യുകെയിലേക്ക് വന്നിട്ടുള്ളത്. അതായത് സ്റ്റുഡൻറ്റ് വിസ ആയാലും വർക്ക് വിസ ആയാലും ഏറ്റവും കൂടുതൽ പേര് വന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയധികം പേർക്ക് യുകെയിലേക്ക് വരാനുള്ള അവസരം ഒരുങ്ങിയത് എങ്ങനെയാണ്? ഇതിന് സിമ്പിളായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയധികം പേര് ഈ കാലഘട്ടത്തിൽ യുകെയിലേക്ക് എത്തപ്പെട്ടത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെക്സിറ്റ് തന്നെയാണ്. ബ്രെക്സിറ്റ് വന്നതോടുകൂടി നമുക്കറിയാമല്ലോ, യു കെയിലേക്ക് നേരത്തെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ളവർക്ക് ഈസി ആയിട്ട് വരാമായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള പോലെ വരാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, തിരിച്ചു പോകാമായിരുന്നു. ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നതിനും ഇങ്ങോട്ട് വരുന്നതിനും അങ്ങ് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഫ്രീ മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന രീതിയിലായിരുന്നു യു കെയിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഈസി ആയിട്ട് യു കെയിലേക്ക് അവർക്ക് വരാൻ പറ്റിയിരുന്ന സാഹചര്യത്തിൽ ആ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ സാമ്പത്തിക ശേഷി തീരെ കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ് യു കെയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പോളണ്ട്, റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേരാണ് യു കെയിലേക്ക് വന്നത്. അങ്ങനെ യു കെയിലേക്ക് എത്തിയവരിൽ 90% വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവരായിരുന്നു. അവർ ഇവിടെ വന്നു കഴിഞ്ഞ് ബേസിക് ജോലികളെല്ലാം അവർ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ജോലികളെല്ലാം അവർ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കെയർ ഹോമുകളിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിരുന്ന അവരായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള കാർ വാഷുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും, അതായത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടാത്ത ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവരാണ്. അപ്പോൾ അവരുടെ വരവ് പൂർണ്ണമായിട്ട് ബ്രെക്സിറ്റിന് ശേഷം നിലച്ചു. കാരണം ഇവിടുത്തെ ഇമിഗ്രേഷൻ ക്രമാതീതമായിട്ട് കൂടുന്നതും ഈ ഫ്രീ മൂവ്മെൻറ്റും ഒക്കെ യു കെയിലെ ജനങ്ങൾ എതിർത്ത് തുടങ്ങിയപ്പോഴാണ് ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിൽ റഫറൻഡം കൊണ്ടുവരികയും അതുവഴി ബ്രെക്സിറ്റ് പൂർണ്ണമായിട്ട്, അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യു കെ പുറത്തു വരികയും ഫ്രീ മൂവ്മെൻറ്റ് അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഫ്രീ മൂവ്മെൻറ്റ് അവസാനിപ്പിച്ചതോടുകൂടി യു കെയിലേക്ക് അവിടുന്ന് ആൾ വരാതെയായി. ഇത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് വന്നതോടെ കൂടി യു കെയിലെ പലരും ജോലി ചെയ്യുന്നത് നിർത്തിയിരുന്നു. കാരണം പലർക്കും ആ സമയത്ത് ഈ ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് ബെനിഫിറ്റുകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പലർക്കും മനസ്സിലായി, ഗവൺമെൻറ് ബെനിഫിറ്റ് മേടിക്കുന്നതാണ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്, അതായിരിക്കും കൂടുതൽ പൈസ കിട്ടുന്നത് എന്നുള്ളത് പലർക്കും മനസ്സിലായി. അതോടുകൂടി യു കെയിൽ ബെനിഫിറ്റിലൂടെ ജീവിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടി. അതായത് യു കെയിലെ ജനങ്ങൾക്ക്, പൊതുവേ യുവജനങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിനോട് താല്പര്യം കുറയുകയും അവർ ഇവിടുത്തെ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇങ്ങനെ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് യു കെയിൽ ശക്തമായ ഷോർട്ടേജാണ് വന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള സ്റ്റുഡൻസിനെ കിട്ടാതെയായി, യൂണിവേഴ്സിറ്റികൾക്ക് വരുമാനമില്ലാതെയായി. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പോയിന്റ് ബേസ് സിസ്റ്റം വരികയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു കെയിലേക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ പലരും ചോദിക്കും, യു കെയിലേക്ക് കോവിഡ് വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ബ്രെക്സിറ്റ് വരുന്നതിന് മുമ്പേ നേഴ്സുമാർ വന്നിരുന്നുവല്ലോ എന്നോ, നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ വരുമായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, അതായത് സമ്പന്ന രാഷ്ട്രങ്ങളിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഒരാൾ പോലും യു കെയിലേക്ക് വരാറില്ല. വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ യു കെയിലേക്ക് വരാറുള്ളൂ. ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരായിരുന്നു യു കെയിലേക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് കാലത്തും ഈ നേഴ്സുമാരുടെ വേക്കൻസികൾ വരുമ്പോൾ കിട്ടുന്നത് ഇന്ത്യക്കാർക്കൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നേരം യൂറോപ്പിൽ നിന്നും വന്നിരുന്ന കൂടുതൽ പേരും എഡ്യൂക്കേഷനുള്ള ആൾക്കാരായിരുന്നില്ല. അതായത് വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരായിരുന്നു യു കെയിലേക്ക് വന്നത്. അവർ ബേസിക് ജോലി ചെയ്തുകൊണ്ടിരുന്നു. കാരണം അവർക്ക് ഈ യൂറോപ്യനിലുള്ളവർക്ക് മറ്റ് രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നിർധനരായ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ശമ്പളത്തോടെ ജോലി കിട്ടും. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ അവരുടെ പ്രൊഫൈലിനനുസരിച്ച് ശമ്പളം കിട്ടുന്ന രാജ്യങ്ങളിലേക്ക് പോകും. പക്ഷേ യു കെ അവരുടെ ഒരു പ്രൊഫൈലിന് പറ്റിയൊരു രാജ്യമായിരുന്നില്ല. അങ്ങനെയാണ് യു കെയിലേക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് അവസരം ലഭിച്ചത്. ഇപ്പോൾ ഒരു ന്യൂസ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയായ സ്റ്റാർമർ യൂറോപ്യൻ യൂണിയനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതായത് യു കെയിലെ ജനങ്ങൾ അതിനെ എതിർത്തിട്ടും അദ്ദേഹം ആ യൂറോപ്യൻ യൂണിയനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള പ്ലാനിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ദോഷകരമായിട്ട് വരാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള യുവജനങ്ങൾക്ക് യു കെയിലേക്കുള്ള ഫ്രീ മൂവ്മെൻറ്റ് വീണ്ടും തുടങ്ങാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നു. അതായത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് യു കെയിലേക്ക് യഥേഷ്ടം വരാനുള്ള ഒരു അവസരം കൊടുക്കാനാണ് സ്റ്റാർമറുടെ നേതൃത്വമുള്ള മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ആ ചർച്ചകളിൽ അവർ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക്, പ്രായമുള്ളവർക്ക് ഫ്രീ മൂവ്മെൻറ്റ് അനുവദിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കാരണം അതിനകത്ത് അവർ എത്ര പേർക്കാണ് യു കെയിലേക്ക് വരാൻ സാധിക്കുന്നതെന്നും അതൊരു വിസ സിസ്റ്റത്തിലൂടെ ആയിരിക്കുമോ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വിസ സിസ്റ്റത്തിലാണെങ്കിൽ അത് എത്ര വർഷത്തേക്കുള്ള വിസയാണ് അവർക്ക് കൊടുക്കുന്നത്, ആ വിസയിലൂടെ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകേണ്ടത് മാൻഡേറ്ററി ആണോ, അതല്ലെങ്കിൽ ആ വിസയ്ക്ക് വിസ ഫീസുകളുണ്ടോ, അതിന് IHS സർചാർജുകൾ അടയ്ക്കണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വിട്ടില്ല. പക്ഷേ അവർ തമ്മിൽ, അതായത് നേതാക്കന്മാരും സ്റ്റാർമറും തമ്മിൽ ഒരു ഉടമ്പടി അവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ.
അതായത് യുവാക്കൾക്ക് ഫ്രീ മൂവ്മെൻറ്റ് വീണ്ടും അനുവദിക്കാനുള്ളത്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് യുവാക്കൾക്ക് വരുന്ന ഒരു സ്കീമുണ്ട്, ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം. അത് ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് മാത്രമാണ് കിട്ടുന്നത്. വർഷം 3000 പേർക്ക് വരാനൊരു അവസരമാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നൊക്കെ യു കെയിലേക്ക് വരാം. അതിനെല്ലാം ഒരു ക്യാപ്പ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ 42,000 പേരോളമാണ് യു കെയിലേക്ക് വരാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ യുയിൽ നിന്നുള്ളവർക്ക് എത്ര പേർക്കാണ് യു കെയിലേക്ക് വരാനുള്ള അവസരം എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അത് ഏതൊക്കെ രാജ്യങ്ങൾ, ഇനിയിപ്പോൾ അത് യുയിലുള്ള ചില രാജ്യങ്ങൾക്ക് മാത്രമാണോ എല്ലാ രാജ്യങ്ങൾക്കും കൂടെ ആണോ, അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഇതൊന്നും അവർ വ്യക്തമായിട്ടൊരു കാര്യം പുറത്തുവിട്ടിട്ടില്ല. അന്നേരം വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും. ഇന്ന് പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ചർച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു. അന്നേരം ഈ ചർച്ചകളിൽ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനുകളിലെല്ലാം സ്റ്റാർമർ ആൻസർ പറഞ്ഞിരിക്കുന്നത് അത് അനുവദിക്കും എന്നുള്ളതാണ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്നായിരിക്കും, അതിന് ക്യാപ്പ് ഉണ്ടോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് സ്റ്റാർമറിൻ്റെ നേതൃത്വ മന്ത്രിസഭ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് ഇതൊന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നൊക്കെ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയാണ്. കാരണം അവരുടെ അവസരങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാകും. കാരണം നമുക്കറിയാമല്ലോ, വളരെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നവർ റെഡിയാണ്. കാരണം നമ്മളെപ്പോലെ ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള ചാർജുകൾ ഇല്ല. അവർക്ക് വളരെ തുച്ഛമായ പൈസ കൊടുത്ത് പോയിട്ട് വരാം, തിരിച്ചു വരാം. അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവർക്ക് കൂടുതൽ അട്രാക്റ്റീവാണ് നമ്മളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ യൂത്ത് മൊബിലിറ്റി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇമിഗ്രേഷൻ കൂടില്ലയോ എന്നുള്ള ചോദ്യത്തിന് അവിടെ നിന്ന് ലഭിച്ച ആൻസർ എന്ന് പറയുന്നത്, ഇത് തൽക്കാലത്തേക്ക് ഇമിഗ്രേഷൻ കൂട്ടിയാലും ഇത് ലോങ് ടേമിൽ യു കെക്ക് ബാധ്യതയാകില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കുന്നത് താൽക്കാലിക വിസ ആയിരിക്കും. ആ വിസ കഴിയുമ്പോൾ അവർ നിർബന്ധമായിട്ട് തിരിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസിക്കോ മറ്റു കാര്യങ്ങൾക്കോ അപ്ലൈ ചെയ്ത് ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ലോങ് ടേമിലേക്ക് യു കെക്ക് ബെനിഫിറ്റ് തന്നെ ആയിരിക്കുമെന്നും, അങ്ങനെ ഈ യൂത്ത് മൊബിലിറ്റി സ്കീം വഴി വരുന്ന 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ ഉള്ളവർ യു കെയിലെ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇന്ന് പാർലമെൻറ്റിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദിച്ചു, ഇത് യു കെയിലുള്ള യുവജനങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തില്ലെന്ന് ചോദിച്ചപ്പോൾ തിരിച്ചുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു കെയിലെ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ബാധ്യതയായി മാറുകയില്ലെന്നാണ് സ്റ്റാർമർ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ EU ഡീലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇതെല്ലാം അവർ പറഞ്ഞിരിക്കുന്നത്, യു കെയിലുള്ളവർക്ക് വില കുറച്ച് സാധനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ യു കെയിലെ ബിസിനസ്സുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിലാണ് ഈ ഡീലുകളെല്ലാം ഫൈനലൈസ് ചെയ്യാൻ പോകുന്നതെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യു കെക്ക് ഇപ്പോൾ നിലവിൽ അവർ US ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീലും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഉറപ്പിച്ചു. ഇനി അവർ ഗൾഫ് കൺട്രീസുമായിട്ടുള്ള ഡീലുകൾ ഉറപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡീലുകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് യു കെ ശക്തമായി മാറുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.